നമസ്കാരം. ടോപ്പ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ട്രംപിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ. യുഎസിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കും. മറ്റന്നാൾ മുതൽ തപാൽ വഴി അയക്കുന്നവരുടെ ബുക്കിംഗ് റദ്ദാക്കും. നടപടി ട്രംപിന്റെ പുതിയ കസ്റ്റംസ് നയങ്ങളെ തുടർന്ന് കത്തുകൾ, രേഖകൾ തുടങ്ങിയവയ്ക്ക് വിലക്കില്ല. ട്രംപിന്റെ തീരുവ നയം യുഎസിന്റെ പാരമ്പര്യത്തിൽ നിന്നുമുള്ള ചുവടുമാറ്റമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജിക്കായി പാർട്ടിക്കുള്ളിലും സമ്മർദ്ദം. തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമെന്ന് വി ഡി സതീശൻ. പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് ഹൈക്കമാൻഡ്. രാജിവെക്കില്ലെന്ന നിലപാടിൽ രാഹുൽ. ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷം. രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ വാർത്താ സമ്മേളനം ഒഴിവാക്കി. രാഹുലിനെതിരെ തെരുവിലിറങ്ങിയ CPM-ഉം BJP-യും. തൃശൂരിൽ തൊട്ടിലുമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പ് പോര് രൂക്ഷം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച സർക്കാർ. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ ആനുകൂല്യം നൽകുന്നത് സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം. ധർമ്മസ്ഥല തിരോധാന കേസിൽ വൻ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന അന്വേഷണ സംഘം. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിയെ തുടർന്നെന്ന് സുജാത ഭട്ട്. BJP-ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP-ക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്നുവെന്ന് വിമർശനം. ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച് പുതിയ ചരിത്രമുണ്ടാക്കുകയാണ് സംഘപരിവാറെന്നും പിണറായി. സംസ്ഥാനത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം. സാധനങ്ങളുടെ വില ഉയരുന്നതിനനുസരിച്ച് ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ടോപ്പ് 10 സ്പെഷ്യൽ. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക്. നവംബർ 10-നും 18-നും ഇടയ്ക്ക് നടക്കുന്ന ഫിഫ സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കും. സ്ഥിരീകരിച്ച അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. എതിരാളികളെ പിന്നീട് തീരുമാനിക്കും. കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇടുക്കി ദേവികുളത്തെ മരം കൊള്ള അന്വേഷിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവ്. അടിയന്തര റിപ്പോർട്ട് തേടി സബ് കളക്ടർ VM ആര്യ. മൂന്നാർ DFO, വില്ലേജ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവർ റിപ്പോർട്ട് നൽകണം. മരങ്ങൾ മുറിച്ചു കടത്തിയത് റവന്യൂ വകുപ്പ് ഓഫീസിന് സമീപത്തു നിന്നും. സ്റ്റോറി ഓഫ് ദ ഡേ. ആശയം വ്യക്തം, പ്രതിരോധം ശക്തം. സമഗ്രമായ വാർത്തകൾ വിശദമായി നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുഎസിന്റെ പാരമ്പര്യത്തിൽ നിന്നുമുള്ള പ്രകടമായ ചുവടുമാറ്റമാണ് ട്രംപിന്റേതെന്നും മുൻപൊരിക്കലും ഒരു US പ്രസിഡന്റ് വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും താൽപ്പര്യമില്ലെങ്കിൽ വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഡൽഹിയിൽ എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് ജയശങ്കർ. അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ലോകരാജ്യങ്ങളോട് ട്രംപ് പെരുമാറുന്നത്. സ്വന്തം രാജ്യത്തോടുള്ള ഇടപെടൽ പോലും ഇത്തരത്തിലുള്ളതാണ്. പല നയങ്ങളും പൊതുവേദിയിലാണ് ട്രംപ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ബന്ധപ്പെട്ട കക്ഷികളെ പോലും അറിയിക്കുന്നത്. We have not had a US president who's conducted foreign policy as publicly as the current one. That itself is a departure. That's not limited to India. ഒരു ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ബിസിനസ് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുന്നത് തമാശയാണെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ആക്രമിക്കുകയാണ് US. എന്നാൽ റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ചൈനയോട് അമേരിക്കയ്ക്ക് ആ സമീപനമല്ല. റഷ്യയുടെ LNG ഇപ്പോഴും ഏറ്റവും അധികം വാങ്ങുന്ന യൂറോപ്യൻ യൂണിയനെതിരെയും അമേരിക്ക മിണ്ടുന്നില്ല. When people say
we are funding the war or putting money in the coffers of Putin. India-European Union trade is bigger than India-Russia trade. So is American money not, European money not putting money into Putin's coffers? ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുത്. ആരും അതിനായി നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. Look, it's funny you have people who work for a pro-business American administration accusing other people of doing business. Okay, that's really curious. But here's the point. If you have a problem buying oil from India, oil or refined products, don't buy it. Nobody forced you to buy it. I mean, but Europe buys, America buys. So you don't like it, don't buy it. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ചില ലക്ഷ്മണ രേഖകൾ മറികടക്കാനാവില്ല. കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. We have red lines. Red lines are primarily the interests of our farmers and to some extent of our small producers. We as a government are committed to defend the interests of our farmers and our small producers. We are very determined on that. That's not something which we can compromise on. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. യുഎസിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ. ട്രംപിന്റെ പുതിയ കസ്റ്റംസ് നയങ്ങളെ തുടർന്നാണ് നടപടി. മറ്റന്നാൾ മുതൽ യുഎസിലേക്ക് തപാൽ വഴി അയക്കുന്നവരുടെ ബുക്കിംഗ് റദ്ദാക്കും. അതേസമയം കത്തുകൾ, രേഖകൾ തുടങ്ങിയവയ്ക്ക് വിലക്കില്ല. യുഎസിന്റെ പുതിയ തീരുമാനത്തെ തുടർന്ന് ഏത് മൂല്യത്തിലുള്ള വസ്തുവും യുഎസിലേക്ക് അയക്കുന്നതിന് ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവർ ആക്ട് പ്രകാരമുള്ള തീരുവ നൽകേണ്ടി വരും. ഇതിനെ തുടർന്നാണ് തപാൽ വകുപ്പിന്റെ ഈ തീരുമാനം. ചില പ്രത്യേക ഇനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ തപാൽ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കും. അതേസമയം $100 വരെയുള്ള ഗിഫ്റ്റ് വസ്തുക്കൾക്കുള്ള ഇളവ് തുടരും. ഓഗസ്റ്റ് 25 മുതൽ യുഎസിലേക്ക് തപാൽ മുഖാന്തരം അയക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ബുക്കിംഗ് റദ്ദാക്കുമെന്ന് പോസ്റ്റൽ വിഭാഗം അറിയിച്ചു. എന്നാൽ കത്തുകൾ, രേഖകൾ തുടങ്ങിയവ പതിവ് പോലെ തന്നെ തപാലിലൂടെ അയക്കാനാകുമെന്നും ഉത്തരവിൽ പറയുന്നു. യുഎസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വിമാന കമ്പനികളോട് ഓഗസ്റ്റ് 25 ശേഷം തപാൽ സാധനങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ കാരണം സാധനങ്ങൾ അയക്കാൻ കഴിയാത്ത ഉപഭോക്താക്കൾക്ക് പണം തിരികെ ലഭിക്കാൻ അപേക്ഷിക്കാം. ഈ സാങ്കേതിക ബുദ്ധിമുട്ടിൽ ഖേദമുണ്ടെന്നും എത്രയും പെട്ടെന്ന് പൂർണ്ണമായ സേവനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും തപാൽ വകുപ്പ് അറിയിച്ചു. $800 വരെ വിലമതിക്കുന്ന കുറഞ്ഞ വിലയുള്ള വസ്തുക്കൾ യുഎസിലേക്ക് അയക്കുന്നതിന് അനുവദിച്ചിരുന്ന തീരുവ ഇളവ് ജൂലൈ 30 യുഎസ് റദ്ദാക്കിയിരുന്നു. ഓഗസ്റ്റ് 29 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക്, അമൃത TV. താൻ MLA സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന നിലപാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ MLA സ്ഥാനത്ത് നിന്നുമുള്ള രാജിക്കായുള്ള സമ്മർദ്ദം മുറുകുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങളിൽ കർശന നടപടി വേണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും വന്നതിന് ശേഷവും ഇരുട്ടിൽ തപ്പുകയാണ് KPCC. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായി ശിക്ഷയുണ്ടാകുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. രാഹുലിന് പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ MPയും രംഗത്തെത്തി. താൻ MLA സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാട് ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം മുറുകുന്നതിനിടയിലാണ് രാഹുൽ നിലപാട് ഇന്ന് വ്യക്തമാക്കിയത്. അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരിശോധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിക്കുന്നതിനോടൊപ്പം ചില സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വേറിട്ട മാതൃക പാർട്ടി സൃഷ്ടിക്കുമെന്നുമാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമോ എന്ന് VD സതീശൻ ചോദിച്ചു. കോഴിഫാം നടത്തുന്നവരാണ് കോഴിയെ ഉയർത്തി പ്രതിഷേധിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും.
അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രതിരോധം തീർക്കുകയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവായി കൂടി കണക്കാക്കപ്പെടുന്ന ഷാഫി പറമ്പിൽ എം പി. രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ല. ആരോപണം ഉയർന്നയുടനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്നും വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ CPM-നും BJP-ക്കും എന്ത് ധാർമ്മികതയെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഈ വിവാദങ്ങളിലൊന്നും കോൺഗ്രസ് നിർവീര്യമാകില്ലെന്നും ഷാഫി വ്യക്തമാക്കി. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും സമാന നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. രാഹുൽ സ്വന്തം നിലപാട് വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒഴിഞ്ഞു. MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതില്ലെന്നും പരാതിയില്ലാത്തതിനാൽ പാർട്ടി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലെന്നും ദീപാദാസ് മുൻഷി ഇന്ന് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. അതേസമയം 4 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താസമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായാണ് വിവരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും പരാതികളും തുടരുന്നതിനിടെ കൂടുതൽ ശബ്ദശകലങ്ങൾ പുറത്ത്. രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ആണ് പുറത്തുവന്നത്. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയാം. പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈഫിൽ ഉറപ്പായും ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ലേ. തന്റെ ലൈഫ് തകരത്തില്ല. എനിക്ക് തന്നെ ഒന്ന് കാണണം. പൊട്ടിപ്പൊളി, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു. MLA ആയതിനു ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും ഷാഫി പറമ്പിൽ MPക്കും ഇതിൽ പങ്കെന്ന ആക്ഷേപം. അതേസമയം വിവാദങ്ങൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി തമ്മിലടിയും രൂക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയെന്ന ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉയരുന്നത്. BJP-യുടെയും DYFI-യുടെയും നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വസതിയിലേക്കും പാലക്കാട്ടെ MLA ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടക്കും. അതിനിടയിലാണ് രാഹുലിനും ഷാഫിക്കുമെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഉയർന്നു വരുന്നത്. MLA ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ സാമ്പത്തിക വളർച്ച പരിശോധിക്കണമെന്നാണ് ഹൈക്കമാൻഡിന് ലഭിച്ച പരാതി. ഇതിൽ ഷാഫി പറമ്പിലിന്റെ പങ്കും അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് AI വിഭാഗങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയലിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അഭിജിത്തിന് വേണ്ടി MK രാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന സമിതി പ്രവർത്തകർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരുന്നു. അതേസമയം 1 വർഷം അവശേഷിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെ കൊണ്ടുവന്ന് പ്രശ്നപരിഹാരത്തിനും ശ്രമം നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം. തനിക്കറിയാവുന്ന 2 വനിതാ KSU പ്രവർത്തകർക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചു. അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു. തെറ്റിനെ ന്യായീകരിക്കരുതെന്നും സന്ദേശത്തിൽ പറയുന്നു. ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ട് ഉൾപ്പെടെയുള്ളവരുടേതാണ് വിമർശനം. ജില്ലാ ഭാരവാഹികൾ 70% പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്നും മോശം അനുഭവമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജ് പറയുന്നു. ഇത്ര വൃത്തികെട്ടവനെ എന്തിനു നമ്മൾ ചുമക്കണമെന്നും വാട്സപ്പ് സന്ദേശത്തിൽ ചോദിക്കുന്നു.
ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. എനിക്കറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന 2 പെൺകുട്ടികളുണ്ട്. പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച കേസൊക്കെ പറഞ്ഞു നടന്ന പെൺപിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 പേരുണ്ട് ഈ തരത്തിൽ മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ 2 പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സാധനം ഒന്നും പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി. അതിനോട് ആർക്കും സമയമില്ല. അല്ലെന്നേ, നമ്മളൊക്കെ എത്ര പാടുപെട്ടാണ് നമ്മൾ അത്യാവശ്യം ഒരു വലിയ ക്ലീൻ ഇമേജ് എന്നൊന്നും പറയില്ല, അത്യാവശ്യം ഒരു ക്ലീൻ ഇമേജും വെച്ചുകൊണ്ട് നടക്കുന്നത് എത്ര പാടുപെട്ട. അപ്പം നമ്മുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരുത്തൻ ഏറ്റവും മെനേഡ് കാണിച്ചിട്ട് പിന്നെ അവനെ നമുക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം പേഴ്സണലായിട്ട് അറിയാവുന്ന 2 പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞു. ഈ ഗ്രൂപ്പിലുള്ള ഒരു 70% ആളുകൾക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പരാതികളുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളെ പറ്റി നേരത്തെ അറിഞ്ഞിരുന്നു. മിണ്ടാൻ പാടില്ലല്ലോ. മിണ്ടിക്കഴിഞ്ഞാൽ മറ്റേ ബന്ധഗോപുരം ഇടിഞ്ഞു വീഴുമെന്നുള്ള രീതിയിലായിരുന്നല്ലോ നിലപാടുകൾ. ഇത്രയും വൃത്തികെട്ടവനെയൊക്കെ നമ്മളെന്തിനാ ചുമക്കണേ? നമുക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? നമ്മൾ ഇപ്പം കാശ് മേടിച്ചിട്ടൊന്നുമല്ലോ ഈ പണിക്ക് ഇറങ്ങിയേക്കണം. നമുക്ക് പൊതുപ്രവർത്തനത്തോട് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ളവർക്കൊന്നും താങ്ങണ്ട. എത്ര അവൻ്റെ വർത്താനം കേട്ടില്ലേ? എത്ര ഒരു ഓഡിയോയിലെ വർത്താനം എത്ര സെക്കൻഡ് വേണം തന്നെ കൊല്ലാൻ തനിക്കറിയാവൂന്ന്. നമുക്കിപ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ കൊല്ലുമെന്നും വർത്താനത്തിൽ പറഞ്ഞാലും അത് ഇത്ര സെക്കൻഡിനുള്ളിൽ കൊല്ലുമെന്നുള്ള ഉറപ്പൊന്നും പറയാൻ നമുക്ക് അതിനെ കൊണ്ട് കഴിയില്ല. എത്ര സെക്കൻഡ് വേണമെന്ന് അവൻ ചോദിക്കണേ. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, വെളിയിലേക്ക് ഇറക്കണ്ട. അവനെയൊക്കെ പിന്താങ്ങുന്ന കുറേ വൃത്തികെട്ടവന്മാർ. യൂത്ത് കോൺഗ്രസ് പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയിൽ ഇപ്പോൾ പോലും ഈ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും വെളിയിൽ വന്നപ്പോൾ പോലും ഇതുപോലെ വൃത്തികേട് കാണിച്ചവനെയൊക്കെ പിന്താങ്ങുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെന്ന് പറയുന്നവന്മാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് TN പ്രതാപൻ. അക്കാര്യങ്ങളിൽ തങ്ങൾക്ക് ഒരു സ്റ്റാൻഡുണ്ട്. ഏത് പ്രസ്ഥാനങ്ങളിലുള്ളവരായാലും പൊതുപ്രവർത്തകർ മാതൃകയാകണം. വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും അവർ കളങ്കരഹിതരാകണമെന്നും TN പ്രതാപൻ പറഞ്ഞു. ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അനന്തര നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്ന് ഇന്നലെ AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ലീഗ് ഉണ്ടാകും. സർക്കാരിനെതിരായ പോരാട്ടത്തിന് കോട്ടം തട്ടില്ലെന്നും ഇതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. കോൺഗ്രസ് അത് കൈകാര്യം ചെയ്തുകൊള്ളും. കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ആൻസറായി, കൂടുതൽ ആൻസറില്ല. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വ്യക്തിശുദ്ധി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ ഓരോന്നായി പുറത്തുവരികയാണെന്നും ഇത്തിരിയില്ലാതെ ഒത്തിരി നാറില്ലെന്നും പോകുന്ന ഇടത്തെല്ലാം മുട്ടയിട്ട് പോകുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു. മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള ഒരു കമൻറ്റുകൾ TV-കളെ കേൾക്കുമ്പോൾ ഏതായാലും ഇത്തരം ഒരു സ്വഭാവശുദ്ധി അശേഷയില്ല എന്ന് മാത്രമല്ല, ചിലയിടത്തെല്ലാം കയറി ഇങ്ങനെ മുട്ടയിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കാണുന്നതെല്ലാം ഒരു പൊയ്മുഖവും ഉള്ള സ്ത്രീ തൽപരനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നിങ്ങളുടെ ചില ന്യൂസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ വിഷയത്തിൽ കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ MPക്ക് നേരെ DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഷാഫി പറമ്പിൽ പങ്കെടുത്ത ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ ഉപവാസ സമരത്തിലേക്കാണ് പ്രതിഷേധവുമായി DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ MPയെയും VD സതീഷിനെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകരെ പരിപാടി നടക്കുന്നതിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഷാഫി പറമ്പിൽ മടങ്ങിയ ശേഷമാണ് പ്രവർത്തകർ പ്രദേശത്തു നിന്നും പിരിഞ്ഞുപോയത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൃശൂരിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരൻ പ്രതിമയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളിലും തൊട്ടിലുകൾ കെട്ടേണ്ട അവസ്ഥയെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധം നടത്തിയത്. മുദ്രാവാക്യത്തോടൊപ്പം താരാട്ടുപാടി തൊട്ടിലാട്ടിയും പ്രതിഷേധിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇരകൾ പറയുന്ന പരാതി VD സതീശൻ അച്ഛനെ പോലെ കേട്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കയറൂരി വിടില്ലായിരുന്നുവെന്ന് നവ്യ ഹരിദാസ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും തെക്കിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം. സാധാരണ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പരാതി എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന യുവനേതാക്കളെ പേടിച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ആസന്നമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പാർട്ടി ചുമതലയിൽ ഇരുന്നാലും ഇല്ലെങ്കിലും മഹിളാ മോർച്ചയ്ക്ക് പ്രശ്നമില്ല. പാലക്കാട് MLA എന്ന നിലയിൽ ഒരു നിമിഷം പോലും തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ലെന്നും നവ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, ശ്രീജ C നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. വാർത്തയിലേക്ക്. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച ഉത്തരവായി. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ 10 വരെ നീട്ടി. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DADR വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും. ഇതുവഴി ഏകദേശം 2000 കോടി രൂപയുടെ വർധനവ് സർക്കാരിന്റെ വാർഷിക ചിലവിലുണ്ടാകും. ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ രണ്ടാമത്തെ ഗഡു DADR ആണ് അനുവദിച്ചത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ 10 വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധർമ്മസ്ഥല തിരോധാന കേസിൽ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന് അന്വേഷണ സംഘം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന കേസിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടേത് വ്യാജ വെളിപ്പെടുത്തലുകളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വര അറസ്റ്റ് സ്ഥിരീകരിച്ചു. ബെൽത്തങ്കിടി SIT ഓഫീസിലാണ് ഇയാൾ നിലവിലുള്ളത്. ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടക്കം 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളിയാണ് വെളിപ്പെടുത്തിയത്. ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ നിർബന്ധിച്ചുവെന്നാണ് ഇയാൾ ആരോപിച്ചത്. ഇതിനു പിന്നാലെ 2 പതിറ്റാണ്ടുകളായി നഗരത്തിൽ നടന്ന കൊലപാതകം, ബലാത്സംഗം, നിയമവിരുദ്ധമായ ശവസംസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു. ഇതോടെയാണ് സർക്കാർ SIT രൂപീകരിച്ചത്. ഇതിനോടകം അന്വേഷണ സംഘം 16 സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധന നടത്തി. 2 അസ്ഥികൂടാവശിഷ്ടങ്ങൾ
അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾക്കായുള്ള 2 ആഴ്ച നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ 2 അസ്ഥികൂട ഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും തെളിവുകൾ ലഭിക്കാത്തതിനാൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ആരോപണങ്ങൾ വ്യാജമെന്ന് വ്യക്തമായത്. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനിടെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞത് ഭീഷണിയെ തുടർന്നെന്ന വെളിപ്പെടുത്തലുമായി സുജാത ഭട്ടും രംഗത്തെത്തി. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് ഇവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരളത്തിൽ BJP ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുക്കളയിൽ കയറി എന്താണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാൻ BJPക്ക് അവസരം കൊടുക്കണോ എന്ന കാര്യം ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നായിരുന്നു BJPക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഈ കേരളത്തിൻ്റെ പ്രത്യേകതകൾ തകർക്കാനാണ് ഇടയാക്കിയത്. മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. കേരളത്തിൽ തന്നെ വന്നു നിന്ന് ഈ പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിരിക്കുകയാണ്. ആ ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. KCBയെ സ്വകാര്യവൽക്കരിക്കാൻ സമ്മർദ്ദമുണ്ടായിട്ടും നടപ്പാക്കാത്തതിന് കാരണം LDFന് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതിനാലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം വൻകിട പദ്ധതികൾ കേരളത്തിന് ആഗോളതലത്തിൽ ഉറച്ച സ്ഥാനം നൽകുമെന്ന് അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയുടെയും ആഗോള ബന്ധങ്ങളുടെയും പുതിയ അധ്യായമാണ് ഇവിടെ തുറക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും വ്യാവസായിക ഭാവിക്കും ശക്തമായ അടിസ്ഥാനമൊരുക്കുന്നതിനുള്ള ഒരു മഹത്തായ ചുവടുവെപ്പാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതി. കൊച്ചി പോർട്ട് ട്രസ്റ്റ് മുൻ ചെയർമാനും റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനുമായ N. രാമചന്ദ്രൻ രചിച്ച നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളം വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ തലത്തിലൂടെ മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സിയാൽ ബോർഡ് യോഗത്തിലും കേരള ഏവിയേഷൻ സമ്മിറ്റിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല തകർച്ചയുടെ വക്കിലാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ് പ്രധാന വില്ലൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. വാർത്തകൾ. വിലക്കയറ്റം നിയന്ത്രിക്കുക, മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലുള്ളവർ ഉന്നയിക്കുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. വെളിച്ചെണ്ണ, ബിരിയാണി അരി, തേങ്ങ പോലുള്ള അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുമ്പോൾ അതിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടൽ ഉടമകൾക്ക് സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ സാധാരണക്കാരെ അതേറെ ബുദ്ധിമുട്ടിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 530 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി ഒരു കാരണവശാലും നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. 230 രൂപ വരെ കടന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ 530 രൂപയിലാകുമ്പോൾ ഡബിളായിട്ട് വില വരുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. തേങ്ങ, വെളിച്ചെണ്ണ, ബിരിയാണി അരി 110 രൂപയിൽ നിന്ന് 230 ഉയർന്നു. ഒറ്റയടിക്കാണ്, ക്രമാതീതമായിട്ടല്ല ഉയർന്നിട്ടുള്ളത്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ജീവിത ചിലവും കൂടുന്നതിനാൽ തൊഴിലാളികളുടെ ശമ്പളവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ദൈനംദിന ചിലവ് കൂടുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂപ്പുകുത്തും മുൻപേ ഹോട്ടലുകൾ പൂട്ടുന്ന സാഹചര്യവുമുണ്ട്. വില വർധനവ് വരുമ്പോൾ വിപണി ഇടപെടൽ നടത്താൻ സർക്കാർ ആരംഭിച്ച സപ്ലൈകോകളിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാനില്ലാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സർക്കാർ വിലക്കയറ്റം തടയാൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഹോട്ടൽ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന പലർക്കും ഉപജീവന മാർഗം ഇല്ലാതെയാകും. മാലിന്യ സംസ്കരണത്തിന് സ്ഥിരം സംവിധാനമില്ലാത്തതും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വലയ്ക്കുന്നുണ്ട്. സാധനങ്ങളുടെ വിലയോടൊപ്പം തന്നെ ഈ PCBയുടെയും മാലിന്യ സംസ്കരണം ഒരു കാരണവശാലും കോർപ്പറേഷനോ ഗവൺമെൻറ്റോ അതിന് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാത്തതിന് കാരണം അവർ വേസ്റ്റ് എടുക്കുന്നവർക്ക്
കിലോയ്ക്ക് 5 രൂപ വെച്ച് കൊടുത്ത് കച്ചവടം ചെയ്തു അവർ അതിൽ നിന്ന് 1-2 രൂപ മാർജിൻ വാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ അടക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ 5-ൽ നിന്ന് 10 രൂപ, ഒരു കിലോയ്ക്ക് 10 രൂപ നൽകേണ്ട ഒരു സാഹചര്യമാണ് ഹോട്ടലുടമകൾക്കുള്ളത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് പുതുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായും വലിയ തുകയാണ് ചിലവാക്കേണ്ടി വരുന്നത്. അനധികൃത ഭക്ഷണശാലകളും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നാൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലയും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടി വരും. അത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ പ്രതികരണങ്ങളിൽ നേരത്തെ 90 റുപ്പീസിൽ താഴെ നിന്നിരുന്ന ചിക്കൻ മീറ്റ് റേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 240 റുപ്പീസിലാണ് മീറ്റ് റേറ്റ് നിൽക്കുന്നത്. കൈമ റൈസ് 30-40 രൂപയിൽ നിന്നിരുന്ന സാധനം ഓൾമോസ്റ്റ് 200-ൽ, അതായത് 4 ഇരട്ടിയിലാണ് പ്രൈസ് കയറിയിരിക്കുന്നത്. അപ്പം ആ പ്രൈസിൽ 120 രൂപയ്ക്കും 130 രൂപയ്ക്കും ബിരിയാണി കൊടുത്തിരുന്നിട്ട് എങ്ങനെ പോസിബിൾ ആകും? ഈ കഴിഞ്ഞ ഒരു 8-9 മാസം കൊണ്ടാണ് അസഹനീയമായ പ്രൈസ് റേഞ്ച് ഉണ്ടായിരിക്കണം. ഒപ്പം ലേബറും കണ്ടമാനം കൂടുകയാണ്. യാതൊരു ചിട്ടവട്ടങ്ങളും ഇല്ലാതെ, യാതൊരു പേപ്പർ വർക്കും ഇല്ലാതെ കുറേ പേര് കച്ചവടം നടത്തുന്നു. എല്ലാത്തിനും വേണ്ടേ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന സാധനം, സേഫ്റ്റി, ഫുഡ്, ഹൈജീൻ, ഈ 3 വാക്കുകൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ വേണ്ടത്? അപ്പം ഈ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ വേറെ കുറേ പേര് നടത്തുകയും ഞങ്ങൾ ഓരോ വർഷവും ഈ സ്ഥാപനം നടത്താനായിട്ട് 10-14 ലൈസൻസിങ് വേണം. പേപ്പറുകളെല്ലാം എടുത്ത് ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളിവിടെ മണ്ടരാകുകയല്ലേ. സുലഭമായി കിട്ടുന്ന തേങ്ങയ്ക്ക് 1 കിലോ ഏതാണ്ട് 90 രൂപയിലധികമാണ് ഇന്ന് വില. 530 രൂപയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ മില്ലുകളിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നതിൽ ഒട്ടുമിക്കതും മായം കലർന്ന എണ്ണയാണ്. അതിനും 350 മുതൽ 530 വരെ വില ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും രൂക്ഷമായ ഒരു വില ഈ വെളിച്ചെണ്ണയ്ക്ക് നിൽക്കുമ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ എങ്ങനെയാണ് കേരളത്തിൽ നമുക്ക് സദ്യ ഉണ്ടാക്കുന്നത്? ഒരു പായസം ഉണ്ടാക്കണമെങ്കിലും അതിൽ തേങ്ങാപ്പാൽ വേണം, അല്ലെങ്കിൽ അവിയൽ, പച്ചടി, തോരൻ, പരിപ്പ്, പുളിശ്ശേരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തേങ്ങയും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിലേ പറ്റൂ. ഈ കരിഞ്ചന്തക്കാർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലുണ്ടെന്നാണ്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പോലും ഈ ഓണം നമുക്ക് വിഭവസമൃദ്ധമായി ഉണ്ണാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുന്നത്. ഇതിന് മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.